നേതൃമാറ്റ വിഷയത്തിൽ പ്രതികരിക്കാതെ കെ സുധാകരൻ. ഒന്നും പറയാനില്ല മക്കളെ, കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കൊള്ളൂ എന്ന് മാധ്യമങ്ങളോട് സുധാകരൻ്റെ മറുപടി. ഇതിൻ്റെ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നിർഭൻ, ഈ കെ സുധാകരൻ്റെ വലിയൊരു ആത്മവിശ്വാസം, ഏതോ പിടിവള്ളി കിട്ടിയ ആത്മവിശ്വാസത്തിൻ്റെ പ്രതികരണമായിട്ടാണോ ഈ കടിഞ്ചായ പ്രയോഗത്തെ കാണേണ്ടത്, അതോ നിലവിലത്തെ സാഹചര്യങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചോ KPCC പ്രസിഡന്റ്? അജിംഷാദ്, പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പ്രചരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ തൻ്റെ ഉറച്ച നിലപാട് തന്നെ ഒരു കാരണവശാലും പ്രസിഡന്റ് പദവിയിൽ നിന്ന് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ സാധ്യതയില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു. മാത്രമല്ല, ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള കടുത്ത ഭാഷയിലുള്ള വിമർശനവും അദ്ദേഹം നടത്തി. ഒരു ഭാഗത്ത് നിന്ന് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന പ്രചരണം നടത്തുന്നുണ്ട്, അതിന് പിന്നിൽ ഒരു നേതാവാണ് എന്ന തരത്തിലുള്ള സൂചനയും അദ്ദേഹം നൽകി. ഇത്തരത്തിലുള്ള കടുത്ത പ്രതികരണത്തിന് ശേഷമാണ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തിയത്. മാത്രമല്ല, മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ശശി തരൂരും അടക്കമുള്ള നേതാക്കളും AK ആൻ്റണിയുടെയൊക്കെ തന്നെ പിന്തുണ കെ സുധാകരന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഉറച്ച നിലപാട് തന്നെയാണ്. ദില്ലിയിൽ വിളിപ്പിച്ച ശേഷം സ്ഥാനമാറ്റം പറഞ്ഞാണ് കെ സുധാകരനെ മാറ്റിയത്. അതുകൊണ്ട് കെ സുധാകരൻ ഇടഞ്ഞാലും ഈ പദവിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ ആളെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടെത്തിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയില്ല. കഴിഞ്ഞ ദിവസം ദീപാദാസ് മുൻഷിയും കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൊക്കെ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായിരുന്നു. അവരോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ പ്രതികരിക്കാതെ ആണ് പോയത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വിശദീകരണം ഈ ഘട്ടത്തിലും വന്നിട്ടില്ല. പക്ഷേ രണ്ട് തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും കെ സുധാകരൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൂർണ്ണമായ ആത്മവിശ്വാസം പദവിയിൽ പ്രതികരണം ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ നിർഭനിലേക്ക് തിരിച്ചെത്താം. ആ പ്രതികരണം ഒന്ന് കേട്ടോട്ടെ. ആ പ്രതികരണത്തിലേക്ക്. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. എന്താണ് നിർഭൻ, എന്തായിരിക്കും അത്തരത്തിലുള്ളൊരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനം? അറിയാനാകുന്ന വിവരങ്ങൾ കൂടി ഒന്ന് ക്രോഡീകരിച്ചാൽ. തീർച്ചയായും അജിംഷാദ്, ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ല. ഈ മാധ്യമ വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായി പുച്ഛത്തോടുകൂടി തള്ളി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങളിൽ തന്നെ അത് വായിച്ചെടുക്കുക. ഇപ്പോഴും അദ്ദേഹം ആത്മവിശ്വാസം കൈവടിഞ്ഞിട്ടില്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊന്നും വലിയ അർത്ഥമില്ല. നിങ്ങളെല്ലാം ചോദിച്ച നേതൃമാറ്റത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ തീരുമാനം വന്നു എന്ന ചോദ്യത്തിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ KPCC ആസ്ഥാനത്ത് കാത്തിരുന്നത്. അവരോടാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നും പറയാനില്ല മക്കളെ, പോയി കടുംചായയും കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന മറുപടി നൽകി അദ്ദേഹം വളരെ ലളിതമായി ഇതിനെ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പദവിയിൽ നിന്ന് മാറുമെന്ന പ്രതീക്ഷ ഈ ഘട്ടം വരെ അദ്ദേഹത്തിനില്ല. കാരണം ദില്ലിയിൽ വിളിപ്പിച്ചപ്പോൾ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാണ് സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നു. ദില്ലിയിൽ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടായാൽ തന്നെയും സുധാകരൻ പ്രകോപിതനായാൽ പോലും ആ പദവിയിൽ നിന്ന് മാറ്റും എന്ന നിലപാടാണ് മറുഭാഗം കാത്തിരിക്കുന്നത്. ആരുടെ പ്രതീക്ഷയാണ് ഇനി ഫലവത്താകാൻ പോകുന്നത് എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ തീരുമാനം ഉണ്ടായാൽ തന്നെ രാത്രിയോടുകൂടിയാണ് സാധാരണ AICCയുടെ സർക്കുലറുകൾ വരുന്നത്. 8 മണിക്ക് ശേഷമാണ് സാധാരണ അറിയിപ്പിൻ്റെ ഉത്തരവ് വരുന്നത്. അങ്ങനെ ഉണ്ടായാൽ ഇന്നോ നാളെയോ അങ്ങനെ ഒരു ഉത്തരവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സുധാകരൻ്റെ ക്യാമ്പും സുധാകരനെ പിന്തുണയ്ക്കുന്നവരും ഒരു കാരണവശാലും കെ സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ സാധ്യതയില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെ തുടരുകയുമാണ്. അങ്ങനെ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ ഏതർത്ഥത്തിലാണ് സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്ന ആശങ്കയും വിവിധ നേതാക്കൾക്ക് ഇടയിൽ ഉണ്ട്. അജിംഷാദ്. ശരി നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.